കാലിക്കറ്റ് സർവകലാശാല സമരഭൂമിയാക്കുന്നതിനെതിരെ പോലീസ്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിന്റെ 200 മീറ്റർ ചുറ്റളവിൽ സമരങ്ങൾ പാടില്ലെന്ന നിർദ്ദേശം. പ്രകടനമോ ധർണയോ സമരമോ പാടില്ലെന്ന് പോലീസ് അറിയിച്ചു. തേഞ്ഞിപ്പലം SHO, വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ, ജീവനക്കാരുടെ സംഘടനാ നേതാക്കൾ എന്നിവർക്ക് നോട്ടീസ് നൽകി. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ SFIയുടെ നേതൃത്വത്തിൽ നടന്ന അതിക്രമങ്ങൾ കണ്ടതാണ്. നേരത്തെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരിക്കുന്ന കാലത്തും വലിയ തോതിൽ സമരം നടത്തിയിരുന്നു, അതിക്രമങ്ങൾ കാണിച്ചിരുന്നു SFI DYFI പ്രവർത്തകർ. ഇപ്പോഴിതാ സമരഭൂമി ആക്കുന്നത് തടഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു സർക്കുലർ, ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായി പ്രകടനമോ ധർണയോ സമരമോ പാടില്ലെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്? ഈ നിർദ്ദേശങ്ങൾ, പോലീസിൻ്റെ ഈ നിർദ്ദേശങ്ങൾ SFIയും അതുപോലെ DYFIയും അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് വലിയൊരു സമരഭൂമിയായി മാറിയിരുന്നു. തുടർച്ചയായുള്ള സമരങ്ങൾ കാലിക്കറ്റ് സർവകലാശാലയിൽ ഉണ്ടായിരുന്നു. SFIയുടെ നേതൃത്വത്തിലായിരുന്നു പ്രധാനമായും സമരങ്ങൾ നടന്നിരുന്നത്. അതോടൊപ്പം തന്നെ MSF അടക്കമുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകളും സമരവുമായി രംഗത്ത് ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് നിലവിലെ VC അദ്ദേഹം തേഞ്ഞിപ്പലം പോലീസിൽ ഒരു കത്ത് നൽകിയിരിക്കുന്നത്. അതായത് സർവകലാശാലയെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്താണ് നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ 2012 അന്നത്തെ VC തേഞ്ഞിപ്പലം പോലീസിൽ ഹൈക്കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് നേടിയിരുന്നു. അതായത് സമരം പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് 2012 VC ഉത്തരവ് നേടിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇത് ആധാരമാക്കിയുള്ള നടപടികൾ പോലീസ് കൈക്കൊള്ളണം എന്നും ഈ കത്തിൽ, പോലീസിന് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ള ഈ ഒരു ഉത്തരവ് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്കും മറ്റ് അധ്യാപക സംഘടനാ നേതാക്കൾക്കും അടക്കം നൽകിയിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഇത്തരത്തിലുള്ള ക്യാമ്പസിന്റെ 200 മീറ്റർക്ക് ഉള്ളിൽ അത്തരത്തിലുള്ള ഒരു സമരങ്ങൾ പാടില്ല എന്നൊരു നിർദ്ദേശമാണ് പോലീസിന്റെ ഈ ഉത്തരവിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രകടനങ്ങളോ മറ്റ് ധർണയോ സമരങ്ങളോ ഒന്നും തന്നെ പാടില്ല. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ സമരങ്ങളോ പ്രകടനമോ ധർണയോ ഉണ്ടായിക്കഴിഞ്ഞാൽ കർശനമായ ഒരു നടപടികൾ പോലീസ് സ്വീകരിക്കും എന്നുള്ള ഒരു നിർദ്ദേശവും ഈ ഉത്തരവിൽ കഴിഞ്ഞ ദിവസം സമരക്കാർക്ക് എല്ലാ ഒത്താശയും പോലീസ് ചെയ്തു കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് കേരള സർവകലാശാലയിൽ സംഘർഷം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്ഭവന് മുന്നിൽ SFI DYFI പ്രവർത്തകർ അഴിച്ചുവിട്ട അതിക്രമങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സംസ്ഥാന പോലീസ് മേധാവി റവട ചന്ദ്രശേഖറിനെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കൃത്യമായി ഇടപെടണം പോലീസ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെയൊരു നീക്കം? തേഞ്ഞിപ്പലം SHOയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു നിർദ്ദേശം ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? അനിൽ നമ്പ്യാർ, നിലവിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണങ്ങളൊന്നും തന്നെ നൽകുന്നില്ല. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഗവർണർ കൃത്യമായി തന്നെ DGPയുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. നേരിട്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തിരുന്നു. കാരണം ക്യാമ്പസുകളിൽ SFIയോ അടക്കമുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ഒരു സമരഭൂമിയാക്കുന്ന തുടർച്ചയായി പഠനത്തെ അടക്കം അത് സാരമായി ബാധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് പാടില്ല, കൃത്യമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശവും ആവശ്യവും ഗവർണർ DGPക്ക് തന്നെ നൽകിയിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തേഞ്ഞിപ്പലം SHO ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് കൂടി 2012 ഈ കാലിക്കറ്റ് സർവകലാശാലയിലെ അന്നത്തെ VC നേടിയിരുന്നു. ഇത് ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശമാണ് നിലവിൽ തേഞ്ഞിപ്പലം SHO വിദ്യാർത്ഥി സംഘടനകൾക്ക് നൽകിയിരിക്കുന്നത്. എല്ലാ സംഘടനാ നേതാക്കൾക്കും ഈ ഒരു നിർദ്ദേശവും ഈ സർക്കുലറും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായി തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ ഉണ്ടാകും എന്നും ഈ സർക്കുലറിൽ പറയുന്നുണ്ട്. ഒറ്റക്കാര്യം കൂടെ, ഇതിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, നിരവധി നിർദ്ദേശങ്ങളുണ്ട്, സർക്കുലറൊക്കെ ഉണ്ട്. പക്ഷേ അത് പലപ്പോഴും പാലിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്, നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നതും അതാണ്. ഈ സർക്കുലറിനോട്, ഈ നിർദ്ദേശത്തോട് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതികരണം എന്താണ്?
അനിൽ നമ്പ്യാർ, തീർച്ചയായും വിദ്യാർത്ഥി സംഘടനകൾ നിലവിൽ ഇത് അംഗീകരിച്ചിട്ടില്ല. MSFും അതോടൊപ്പം തന്നെ SFIയും അടക്കം ഇത് അംഗീകരിക്കില്ല എന്ന നിലപാട് തന്നെയാണ് ഉള്ളത്. നാളെ ഒരുപക്ഷെ SFIയുടെ നേതൃത്വത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് ഈ ഒരു ഉത്തരവ് ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം രാവിലെ 10:30 ഇത്തരത്തിലുള്ള ഒരു പ്രകടനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പോലീസിന്റെ ഭാഗത്തു നിന്നും നിലവിൽ ഇത്തരം ഒരു സർക്കുലർ നൽകിയിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും എന്ത് ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ക്യാമ്പസുകളിൽ സമരം ഉണ്ടാകുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിലവിൽ പോലീസ് ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇത് ലംഘിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. അതാണ് അറിയേണ്ടത്. പോലീസ് നോക്കുകുത്തിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തും അതുപോലെ കോഴിക്കോടും കാലിക്കറ്റ് സർവകലാശാല സമരഭൂമിയാക്കുന്നതിനെതിരെ പോലീസ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൻ്റെ 200 മീറ്റർ ചുറ്റളവിൽ സമരങ്ങൾ പാടില്ലെന്ന നിർദ്ദേശം, പ്രകടനമോ ധർണയോ സമരമോ പാടില്ലെന്ന് പോലീസ് അറിയിച്ചു. തെഞ്ഞിപ്പലം SHO, വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ, ജീവനക്കാരുടെ സംഘടനാ നേതാക്കൾ എന്നിവർക്ക് നോട്ടീസ് നൽകി. ശിവദാസ് കരമനമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.